ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ ഹാഫിസ് സയ്യിദിന്റെ പാക് ഭീകര സംഘടന. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജമാഅത്ത് ഉദ് ദാവ. അവകാശവാദവുമായി പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരൻ സൈഫുള്ള കസൂരി. ലക്ഷ്യം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കൽ. ജിഹാദിനായി വരും തലമുറയെ വാർത്തെടുക്കുകയാണെന്നും കസൂരി. ചാരവനിതയുടെ കേരള സന്ദർശനം മരുമകൻ സ്പോൺസേഡ്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഗുരുതര ആരോപണവുമായി കെ സുരേന്ദ്രൻ. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിൽ അടിമുടി ദുരൂഹത. പിണറായി ഭരിക്കുന്ന കേരളം രാജ്യവിരുദ്ധതയ്ക്കുള്ള സുരക്ഷിത ഇടമാണെന്നും സുരേന്ദ്രൻ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണം. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ദേശീയ നേതൃത്വം. വീണ്ടും വാക്കുമാറ്റി PV അൻവർ. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേരള പോലീസിന് കൈത്താങ്ങായി കേന്ദ്രം. 54 കോടി അനുവദിച്ചു. ധനസഹായ ആയുധം വാങ്ങുന്നതിനടക്കം ഉത്തരവിന്റെ പകർപ്പുമായി ജനം എക്സ്ക്ലൂസീവ്. കോഴിക്കോട് സരോവരത്തെ തണ്ണീർത്തട കയ്യേറ്റത്തിൽ നഗരസഭ പ്രതിക്കൂട്ടിൽ. കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിയ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിർബാധം പിന്തുണ. ട്രേഡ് സെന്ററിൽ പരിപാടികൾ പാടില്ല എന്ന കോടതി നിർദ്ദേശം കണ്ടില്ല എന്ന് നടിച്ചു കോർപ്പറേഷൻ. കോവിഡിൽ വീണ്ടും ആശങ്ക. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. നിസ്സംഗത തുടർന്ന സർക്കാർ. പ്രത്യേക കണക്കെടുപ്പും നിരീക്ഷണവും നടക്കുന്നില്ല എന്ന് വിമർശനം. ഷഹീദ് അഫ്രീദിക്ക് നൽകിയ വിവാദ സ്വീകരണത്തിന് പിന്നിൽ അർബൻ മാവോയിസ്റ്റുകളെന്ന് സംശയം. യൂണിവേഴ്സിറ്റികളിലും അക്കാദമികളിലും സജീവം. സംസ്ഥാനത്ത് സജീവമാകാൻ കുരുക്കുകൾ നീക്കി മാവോയിസ്റ്റ് ഭീകരരും. UN യോഗത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു ഭാരതം. ഷഹബാസ് ഷെരീഫിന് മറുപടിയുമായി കീർത്തിവർദ്ധൻ സിംഗ്. ഷെരീഫ് UN വേദി ദുരുപയോഗം ചെയ്തെന്ന് കേന്ദ്രമന്ത്രി. ബംഗളൂരുവിന്റെ എതിരാളികളെ ഇന്നറിയാം. IPL രണ്ടാം ക്വാളിഫയർ ഇന്ന്. പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ. ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ് ദാവ എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ സൈഫുള്ള കസൂരിയാണ്. 1971 യുദ്ധത്തിന് തിരിച്ചടി നൽകിയെന്നും കസൂരി പറഞ്ഞു. ലാഹോറിൽ ജമാഅത്ത് ഉദ് ദാവ നടത്തിയ റാലിയിലാണ് ഭീകരൻ സൈഫുള്ള കസൂരിയുടെ വെളിപ്പെടുത്തൽ. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനുള്ള കലാപത്തിൽ ജമാഅത്ത് ഉദ് ദാവയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു കസൂരി പറഞ്ഞത്. 1971 ബംഗ്ലാദേശ് രൂപീകരണത്തിന് നൽകിയ തിരിച്ചടിയാണിതെന്നും സൈഫുള്ള വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കലാപത്തിൽ പാക് ഭീകര സംഘടനകൾക്കും ISIക്കും പങ്കുണ്ടെന്ന ഭാരതത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഖുറേഷിയുടെ പുതിയ വെളിപ്പെടുത്തൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് രൂപം നൽകിയ സംഘടനയാണ് ജമാഅത്ത് ഉദ് ദാവ. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ അനുബന്ധ സംഘടനയാണിത്. ജനം, ഡൽഹി.
വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക്. ഭീകരവാദം, ചാരപ്രവൃത്തി എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ 8 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തിയിരിക്കുകയാണ് NIA. 10 മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന്റെ കൂടുതൽ തെളിവുകളും ലഭിച്ചു. മെയ് 20 രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഡൽഹി, മഹാരാഷ്ട്ര, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടത്തിവരുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ. ദേവിക, പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകളും നിരീക്ഷണവും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ, അത് ഇന്റലിജൻസ് വിഭാഗവും കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസിയും എല്ലാം നടത്തിവരികയാണ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയത് സംബന്ധിച്ചും ഒപ്പം ഭീകരവാദത്തിന് പ്രാദേശികമായി ലഭിക്കുന്ന പിന്തുണ എന്നിവ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മെയ് 20 രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നൊരു വലിയ റെയ്ഡ്, അതായത് 8 സംസ്ഥാനങ്ങളിൽ 15 സ്ഥലങ്ങളിലായി 10 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയാണ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആരെങ്കിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെടുത്തുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് രാജ്യത്ത് സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പാക് ഇന്റലിജൻസ് വിഭാഗവുമായി ആശയവിനിമയം നടത്തുകയും രാജ്യത്ത് കേന്ദ്ര സർക്കാർ സൈനിക സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ, അവയുടെ സ്ഥലം, അതിൻ്റെ കപ്പാസിറ്റി എന്നിവ സംബന്ധിച്ച് പുറത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനകൾക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും എത്തിച്ചു നൽകി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അസം തുടങ്ങി 8 സംസ്ഥാനങ്ങളിൽ 15 ഇടങ്ങളിലായി 10 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധന NIA നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ റെയ്ഡിൻ്റെ ഒരു പൂർണ്ണ വിവരങ്ങൾ, അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസി തന്നെ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തുകയും ഭീകരവാദത്തിന് പ്രാദേശിക സഹായം നൽകുകയും രാജ്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങളുടെ വിശദാംശങ്ങൾ, സൈനിക സ്ഥാപനങ്ങളുടെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും വിശദാംശങ്ങൾ ഇവയെല്ലാം പാകിസ്ഥാൻ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം ഭീകരർക്ക് രാജ്യത്തിനകത്ത് പ്രാദേശികമായി സഹായം നൽകിയതുമായി ബന്ധപ്പെട്ടും ആശയ പ്രചാരണം നടത്തിയതും അവർക്ക് താമസ സൗകര്യം, സിം കാർഡ് എടുത്തു നൽകൽ, ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടുവെന്ന് അന്വേഷണ ഏജൻസിക്ക് നിഗമനമുള്ള ആളുകളുടെ കേന്ദ്രങ്ങളിലാണ് ഇത്രയധികം മണിക്കൂറുകൾ നീണ്ടുന്ന വിപുലമായ പരിശോധന വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് 8 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും രാജ്യത്ത് ആഭ്യന്തര സുരക്ഷ കൂടുതൽ കർശനമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്നവരെ സംബന്ധിച്ചും ഭീകരവാദത്തിന് പ്രാദേശികമായി സഹായം നൽകുന്നവരെ സംബന്ധിച്ചുമുള്ള വിശദമായ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നത്. ദേവിക. ശരി ജിഷ്ണു. മതത്തിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന നാടായി പാകിസ്ഥാൻ മാറിയെന്ന് അസദുദ്ദീൻ ഒവൈസി. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി അൾജീരിയ സന്ദർശിക്കുന്നതിനിടെയാണ് ഒവൈസിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ലോകത്തെവിടെയും അഭയം കിട്ടാത്ത ഭീകരരെ ഒളിപ്പിക്കുന്ന താവളമായി പാകിസ്ഥാൻ മാറിയെന്നും ഒവൈസി പറഞ്ഞു. മതത്തിനു വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന രാജ്യമായി പാകിസ്ഥാൻ തുടരുകയാണ്. ഭീകരതയ്ക്ക് പണം ലഭിക്കുന്നത് നിയന്ത്രിക്കപ്പെട്ട കാലത്ത് ആക്രമണങ്ങൾ കുറവായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് വരെ പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു. ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങൾ കുറവായിരുന്നു. ഉടൻ തന്നെ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഒവൈസി ആവശ്യപ്പെട്ടു. No country in the world will allow a terrorist who's facing a terror charge. He gave birth to a son while sitting in a prison. So when Pakistan was put in grey list, immediately the trial progressed. കാലങ്ങളായി പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി തുടരുകയാണ്. ഭീകരർക്ക് പാകിസ്ഥാനിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. സഖൂർ റഹ്മാൻ ലഖ്വി പാകിസ്ഥാനിൽ സ്വൈരവിഹാരം നടത്തുകയാണ്. ഭീകരതയെ പിന്തുണയ്ക്കുകയാണ് പാകിസ്ഥാൻ എന്ന് അന്താരാഷ്ട്ര വേദികളിൽ പലതവണ വ്യക്തമായിട്ടുണ്ടെന്നും ഒവൈസി പറഞ്ഞു. There was one mastermind of 2611 called Sajid Mir.
He was the main brain behind of telling David Headley to change his name from Dawood to David Headley. Pakistan was denying the Indian investigators that no, Sajid Mir is dead. There was an important meeting in Germany. Pakistan came forward and said, yes, Sajid Mir is alive. So dead people become alive in Pakistan only because of FATF grey list. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി അൾജീരിയ സന്ദർശിക്കവെയാണ് അസദുദ്ദീൻ ഒവൈസിയുടെ നിലപാട് വ്യക്തമാക്കൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കേരള പോലീസിന് കൂടുതൽ കൈത്താങ്ങായി മാറുകയാണ് കേന്ദ്ര സർക്കാർ. 54 കോടിയോളം രൂപയാണ് പോലീസ് സേനയ്ക്ക് അനുവദിച്ചത്. ആയുധങ്ങളും മറ്റും വാങ്ങാനാണ് സഹായം നൽകിയിരിക്കുന്നത്. പോലീസിനെ ആധുനികവൽക്കരിക്കണമെന്നും പുതിയ വാഹനങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് കത്ത് നൽകിയിരുന്നത്. എന്നാൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ധനവകുപ്പ് ഇത് അംഗീകരിച്ചിരുന്നില്ല. ഇതോടെ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കേണ്ട ഗതികേടിലായി പോലീസ് സേന. ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ലാത്ത ഗതികേടും പോലീസിനുണ്ടായി. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ സഹായം സംസ്ഥാനത്തിന് ആശ്വാസമാകുന്നത്. വാഹനങ്ങൾ വാങ്ങാൻ 34 കോടി രൂപ നേരത്തെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. 142 വാഹനങ്ങൾ വാങ്ങുന്നതിനായിരുന്നു പണം അനുവദിച്ചത്. ഇതിനു പുറമെയാണ് 54 കോടിയോളം രൂപ പോലീസിനെ ആധുനികവൽക്കരിക്കാനും അനുവദിച്ചിരിക്കുന്നത്. പോലീസിന് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് മാത്രം 8 കോടിയോളം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് വേട്ടയ്ക്കായി 9 കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സഹായം പോലീസിന് വലിയ ആശ്വാസമാണ്. സംസ്ഥാന സർക്കാർ പോലീസിനെ തുടർച്ചയായി അവഗണിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സേനയെ ആധുനികവൽക്കരിക്കാൻ ഇങ്ങനെ പണം നൽകുന്നത്. എന്നാൽ ഈ തുകയും സംസ്ഥാനം വകമാറ്റുമോ എന്ന ആശങ്ക സേനയിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്, ജനം. കെ സുരേന്ദ്രൻ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള പാക് ചാര വനിത ജ്യോതി മൽഹോത്രയുടെ സന്ദർശനം ഏറെ ദുരൂഹമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. മാത്രവുമല്ല, ഈ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസം ആണെന്നും അത് നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ചാരവനിത ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉയർത്തിയത്. കേരള ടൂറിസത്തിന് പ്രൊമോഷൻ നൽകിക്കൊണ്ടാണ് കണ്ണൂരിലെത്തിയതിനു ശേഷമുള്ള ജ്യോതി മൽഹോത്രയുടെ വീഡിയോ ആരംഭിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഗുരുതര ആരോപണവുമായി കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത്. പാക് ചാരയായ ജ്യോതി മൽഹോത്രയുടെ കണ്ണൂർ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസം വകുപ്പാണ്. പിണറായി വിജയൻ്റെ മരുമകനാണ് ഇത് നടത്തുന്നത്. അവർ ആരെയാണ് കണ്ടത്? അവർ എവിടെ പോയി? യഥാർത്ഥ അജണ്ട എന്താണ്? പാക് ബന്ധമുള്ള ഒരു ചാരയ്ക്ക് കേരളം എന്തിനാണ് ചുവപ്പ് പരവതാനി വിരിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളും സുരേന്ദ്രൻ എക്സിൽ തന്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നു. I would like to ask Mr. Pinarayi Vijayan, the Home Minister, the Chief Minister of Kerala, during her visit, who did they met? Who did she met? Where were she travelled? What was the real intention behind her tour to Kerala, to Kannur? So all these things are, people have to know. This is a very serious issue now, and it's a very big threat to the national security. വിവിധ സേനകളുടെ ട്രെയിനിങ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിൽ പാക് ചാരവനിത യാതൊരു തടസ്സങ്ങളുമില്ലാതെ വന്നുപോയത് വളരെ ഗൗരവതരമായ വിഷയമാണെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. ജനം, കണ്ണൂർ. സംസ്ഥാനത്തെ സർവകലാശാലകളിലും അക്കാദമികളിലും അർബൻ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടോ എന്ന് സംശയം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതവിരുദ്ധ നിലപാടുമായി രംഗത്തെത്തിയ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷഹീദ് അഫ്രീദിക്ക് ദുബായിൽ മലയാളി സംഘടനകൾ സ്വീകരണം ഒരുക്കിയതിലും അർബൻ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ട് എന്ന് സംശയിക്കുന്നതായി കാഭ സുരേന്ദ്രൻ ജനം ടിവിയോട് പ്രതികരിച്ചു. ഭാരതത്തെ ഏറ്റവും അധികം ആക്ഷേപിച്ച ഷാഹിദ് അഫ്രീദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് ക്ഷണിക്കപ്പെട്ട അതിഥിയായാണ്. അർബൻ നക്സലുകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിലും നുഴഞ്ഞുകയറി ഭീകരവാദത്തെയും മാവോവാദി പ്രവർത്തനങ്ങളെയും വെള്ളപൂശുകയാണ്. അർബൻ നക്സലുകളുടെ അജണ്ടയ്ക്കുള്ള മുഖമായി ചില പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ മാറുകയാണെന്നും കുരുക്ഷേത്ര പ്രകാശൻ MD കാബ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ആരാണ് ക്ഷണിച്ചത്? ഈ പശ്ചാത്തലത്തിൽ, പഹൽഗാമിൻ്റെ കൂടിയുള്ള പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അഫ്രീദിയെ ക്ഷണിച്ചത്? ആരാണ് ക്ഷണിച്ചത് എന്നുള്ളത് സത്യത്തിൽ സർക്കാർ അന്വേഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ അർബൻ നക്സലുകളുടെ അജണ്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില ഏജൻസികളായി അവരുടെ മുഖമാക്കാൻ വേണ്ടി ഇത്തരം മുൻ വിദ്യാർത്ഥികളുടെ സംഘടനകളോ ചില ഗൾഫിലറിയാം സാംസ്കാരിക സംഘടനകളുണ്ട്. പാർട്ടിയുടെ പേരിലായാലും അലുമിനിയുടെ പേരിലാണെങ്കിലും മറ്റേത് സാംസ്കാരിക സംഘടനകളുടെ പേരിലാണെങ്കിലും ഒക്കെ
ഈ തരത്തിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഭീകരവാദികളല്ല കൂടുതൽ അപകടകാരികൾ, ഭീകരവാദികൾക്ക് മാനസിക പിന്തുണ കൊടുക്കുന്ന അത്തരം ആൾക്കാരെ പിന്തുണയ്ക്കുന്ന ഇത്തരം വ്യക്തികളെയും സംഘടനകളെയും തുറന്നു കാണിക്കേണ്ടതുണ്ട്. അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന പലരും പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളുമാണ്. വിവിധ ജനകീയ വിഷയങ്ങളുടെ പേരിൽ ഇവർ പ്രതിഷേധങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിക്കാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വ്യാജ പ്രചാരണം നടത്തി നാഗ്പൂരിൽ അറസ്റ്റിലായ റജാസം സിദ്ദിഖി ഉൾപ്പെടെയുള്ളവർ അർബൻ മാവോയിസ്റ്റ് മുഖങ്ങളാണ്. ജനം, കൊച്ചി. 2023 തലപ്പുഴ KFTC ഓഫീസിന് നേരെ നടന്ന ആക്രമണം സംസ്ഥാനത്ത് മാവോയിസ്റ്റ് പ്രവർത്തനം വിപുലപ്പെടുത്താൻ ലക്ഷ്യമിട്ടെന്ന് NIA. ആക്രമണങ്ങൾ നടത്തി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ഭീതി വിതയ്ക്കാനായിരുന്നു ശ്രമം. കേസിൽ 3 പ്രതികൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. ഒന്നാം പ്രതി മൊയ്തീൻ, മൂന്നാം പ്രതി മനോജ്, നാലാം പ്രതി സോമൻ എന്നിവർക്കെതിരെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ രവീന്ദ്ര, സന്തോഷ് എന്നിവരും പ്രതികളാണ്. 2023 സെപ്റ്റംബറിലായിരുന്നു തലപ്പുഴ കമ്മമലയിലെ വനംവകുപ്പ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. മാവോയിസ്റ്റ് സായുധ ഭീകര സംഘം KFTC ഓഫീസിലെത്തി ഓഫീസ് അടിച്ചു തകർക്കുകയും പോസ്റ്ററുകൾ പതിക്കുകയുമായിരുന്നു. പിന്നീട് ഈ ചിത്രങ്ങൾ പകർത്തി പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. വനവാസികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന പേരിലാണ് ആക്രമണം നടത്തിയത്. പ്രവർത്തന വിപുലീകരണം ലക്ഷ്യമിട്ട് നീങ്ങിയ മാവോയിസ്റ്റ് ഭീകരർ ആക്രമണങ്ങൾ നടത്തിയത് പ്രചരിപ്പിക്കാനും ശ്രമിച്ചെന്നാണ് NIA വ്യക്തമാക്കുന്നത്. മറ്റു പ്രധാന മാവോയിസ്റ്റ് കേസുകളും വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തലപ്പുഴ മാവോയിസ്റ്റ് വെടിവെപ്പ്, എടക്കര ആയുധ പരിശീലന കേസുകളിലാണ് വിചാരണ ആരംഭിക്കുന്നത്. കർണാടകയിൽ കീഴടങ്ങിയ മാവോയിസ്റ്റ് ഭീകരവാദികളായ ലത, സുന്ദരി, രമേശ്, രവീന്ദ്ര എന്നിവരെ നേരത്തെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തലപ്പുഴ മാവോയിസ്റ്റ് വെടിവെയ്പ്, എടക്കര ആയുധ പരിശീലനം, വയനാട് KFTC ആക്രമണം, പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസുകളായിരുന്നു കൊച്ചി NIA യൂണിറ്റ് അന്വേഷിച്ചിരുന്നത്. തലപ്പുഴ മാവോയിസ്റ്റ് കേസിൽ 2024 മെയ്യിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തിരുവങ്കിടം, ശ്രീമതി, ലത, സുന്ദരി എന്നിവരായിരുന്നു പ്രതികൾ. മാവോയിസ്റ്റ് ഭീകരവാദ റിക്രൂട്ടിംഗ് കേസിൽ 2 മാവോയിസ്റ്റ് ഭീകരർക്കെതിരെ കഴിഞ്ഞയാഴ്ച കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ജനം, കൊച്ചി. കോഴിക്കോട് സരോവരത്തെ തണ്ണീർത്തടം നികത്തി അനധികൃതമായി നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേഷന്റെ പിന്തുണയും. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ പരിപാടികൾ നടത്താൻ പാടില്ല എന്ന കോടതി ഉത്തരവ് ലഭിച്ചില്ല എന്ന കോർപ്പറേഷൻ വാദവും പൊളിയുകയാണ്. അനധികൃത കെട്ടിടത്തിൽ പരിപാടികൾ നടത്താൻ പാടില്ല എന്നും കോടതി ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്നും കോർപ്പറേഷൻ തന്നെ സമ്മതിക്കുന്ന വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. സരോവരത്തെ 200 ഏക്കറോളം വരുന്ന തണ്ണീർത്തടത്തിൽ 100 ഏക്കറോളം ഭൂമി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ നികത്തിക്കഴിഞ്ഞു. തണ്ണീർത്തടം നികത്തിയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നതെന്നും പാർക്കിംഗ് ഏരിയ അടക്കം ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തി നിർമ്മിച്ചതാണെന്നും പുറത്തുവന്നിട്ടും കോർപ്പറേഷൻ മൌനം തുടർന്നു. ഒടുവിൽ തണ്ണീർത്തട സംരക്ഷണ സമിതി അംഗങ്ങളടക്കം നിയമലംഘനം ചൂണ്ടിക്കാട്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് എന്താ വെച്ചാൽ ഈ സ്ഥലത്ത് ഈ പറഞ്ഞ ട്രേഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ഇരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നും, അത് മാത്രമല്ല ഈ പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും പ്രവൃത്തി നടക്കുകയാണെന്ന് വെച്ചാൽ കടലാസ് വർക്കല്ല ചെയ്യേണ്ടത്, സഡൻ ആക്ഷനാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഉദ്യോഗസ്ഥർ കടലാസ് പണിയല്ല ചെയ്യേണ്ടത്, നടപടിയെടുക്കണമെന്ന് കോടതി പരസ്യമായി ഉത്തരവിട്ടു. ആ ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്ന കോർപ്പറേഷന്റെ വാദം പൊളിയുകയാണ്. കോർപ്പറേഷന് കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിരുന്നോ എന്ന വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ലഭിച്ചു എന്നാണ് കോർപ്പറേഷന്റെ മറുപടി. അനധികൃത കെട്ടിടത്തിൽ പരിപാടികൾ നടത്താൻ അനുമതിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് കോർപ്പറേഷന്റെ ഉത്തരം. അതായത് കോർപ്പറേഷൻ തന്നെ സമ്മതിക്കുകയാണ് നടക്കുന്ന നിയമലംഘനത്തിന് കോർപ്പറേഷന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയുണ്ടെന്ന്. സ്വകാര്യ സ്ഥാപനോടമകളിൽ നിന്ന് കോർപ്പറേഷൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന വാദം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോർപ്പറേഷന്റെ പരസ്യമായ കോടതിയലക്ഷ്യ നടപടി ചൂണ്ടിക്കാട്ടി വീണ്ടും കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സരോവരം പ്രകൃതി സംരക്ഷണ സമിതി അംഗങ്ങൾ. ജനം, കോഴിക്കോട്. നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. BJP ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ മോഹൻ ജോർജ് പതിറ്റാണ്ടുകളായി നിലമ്പൂരിലെ മലയാള ജനതയ്ക്കായി പ്രവർത്തിക്കുന്ന നേതാവാണ്. ഇതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. പതിറ്റാണ്ടുകളായി നിലമ്പൂരിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. കേരള കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ അദ്ദേഹം മണ്ഡലത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യജീവി ശല്യം രൂക്ഷമായ നിലമ്പൂരിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോ സംസ്ഥാന സർക്കാരോ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. വികസിത നിലമ്പൂരാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മലയോര മേഖലയാണ്. ഇവിടെ വന്യമൃഗശല്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ മനുഷ്യർ വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടുത്തെ കയ്യേറ്റക്കാരാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കാണുന്നത്. കയ്യേറ്റക്കാരായിട്ടല്ല, ഇവിടെ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ഇവിടുത്തെ അല്ല, കുടിയേറ്റക്കാരാണ്. ഇവിടെ മണ്ണിലധ്വാനം ജീവിക്കുന്ന ആളുകളാണ്. കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി,
തുടങ്ങിയ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാർത്തോമ കൗൺസിൽ അംഗവും ചുങ്കത്തറ മാർത്തോമ ചർച്ച് വൈസ് പ്രസിഡന്റ് കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് BJP പറ്റി നല്ല ഒരു പ്രതീക്ഷയും കാഴ്ചപ്പാടുമാണ്. മോദിജിയുടെ ഭരണം വളരെ നല്ല ഭരണമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുറച്ച് തീരുമാനങ്ങൾ ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ BJPയും പ്രചാരണ രംഗത്ത് സജീവമായി. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കവേ കോൺഗ്രസ് ക്യാമ്പിൽ തമ്മിലടി. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി നടത്തിയ ചർച്ചയാണ് കോൺഗ്രസ് നേതാക്കളിൽ അമർഷമുണ്ടാക്കിയത്. രാഹുലിനെ ഇറക്കിയുള്ള എതിർചേരിയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിൽ പ്രതിപക്ഷ നേതാവ് അൻവറുമായുള്ള ചർച്ചയ്ക്ക് ജൂനിയറായ ഒരു MLA ചുമതലപ്പെടുത്തുമോ എന്ന് VD സതീശൻ ചോദിച്ചു. അൻവറുമായി സംസാരിക്കാൻ രാഹുലിന്റെ പേര് ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. രാഹുലിന്റെ സന്ദർശനം പാർട്ടി പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും K മുരളീധരനും പ്രതികരിച്ചു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം അൻവർ വിഷയം ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് അണികളും. UDF നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ടില്ല എന്നാണ്. കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയത് തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു. ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞങ്ങളാരും നിർദ്ദേശിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം ഞാനിപ്പോൾ കണ്ടു. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു. അതിൻ്റെ ശരിതെറ്റുകൾ ഞാൻ പരിശോധിക്കുന്നില്ല, ഈ സമയത്ത് പരിശോധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഞങ്ങളാരും ചുമതലപ്പെടുത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനും നിലമ്പൂരിൽ നിന്ന് ശിവദാസ് കന്മനവും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക് എത്തുമ്പോൾ, പ്രജിത്ത്, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറിനെ സന്ദർശിച്ച വിഷയം വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും പ്രതികരണങ്ങൾ വരികയാണ്. രാഹുലിനെ തള്ളിയുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇരുവരും കടക്കുന്നത്, അല്ലേ? തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയത്തിൽ, അൻവറുമായിട്ടുള്ള ചർച്ചകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ വിഷയത്തിൽ രഹസ്യമായ ഒരു ചർച്ച, അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതിർന്നതിൽ വലിയ അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. അതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും കണക്ക് കൂട്ടുന്നത്. കാരണം പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള UDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നു, അപഹസിക്കുന്നു, അധിക്ഷേപിക്കുന്നു. നിലമ്പൂരെ സ്ഥാനാർത്ഥിയായി UDF തീരുമാനിച്ചയാളെയും സമാന രീതിയിൽ അധിക്ഷേപിക്കുന്നു, അപഹസിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതിനുശേഷവും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളോ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അൻവറുമായി കൂടിക്കാഴ്ച നടത്തി, ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിലുള്ള വിഷയം. അതിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഇതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കണില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കണക്ക് കൂട്ടുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു MLA ആണെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ വളരെ ജൂനിയറാണ്. അദ്ദേഹം ഒപ്പം നിൽക്കുന്നത് സംസ്ഥാനത്തെ UDF വിരുദ്ധ ചേരിയിലുള്ള ചില നേതാക്കൾക്കൊപ്പം VD സതീശന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തന്റെ പൊളിറ്റിക്കൽ ലീനിയേജ് കാണിക്കുന്ന, പൊളിറ്റിക്കൽ ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അടുപ്പം കാണിക്കുന്നത് അവരുമായിട്ടാണ്. അതിന് മറ്റു ചില മാനങ്ങൾ കൂടി നമ്മൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം PV അൻവർ എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് എന്നുള്ളത് തന്നെയാണ് UDFിലെയും കോൺഗ്രസിലെയും പല നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. മുസ്ലിം ലീഗ് പോലും അൻവറിന്റെ കാര്യത്തിന് വേണ്ടി UDFിൽ ഒരു ചർച്ച എന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ്. അൻവറിനെ പിണക്കാതിരിക്കുക, അൻവറിന്റെ വോട്ട് നേടുക എന്നുള്ളൊരു ആവശ്യം UDFിൽ ലീഗും ഉയർത്തിയിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റ നിലപാടിൽ ഉറച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് PV അൻവർ പോലും ഈ ലീഗിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ലീഗിനും വന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലവിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്നുള്ളൊരു വലിയ ചോദ്യങ്ങൾ കൂടിയുള്ള ചർച്ചകൾക്ക് കൂടി അടുത്ത കാലത്ത് തുടക്കമിട്ടുണ്ട്. അത് ലക്ഷ്യമിട്ടുള്ള ചില ആന്തരിക നാടകങ്ങൾ കൂടിയാണ്
കൂടിയാണോ അല്ലെങ്കിൽ ഗെയിമുകൾ കൂടിയാണോ ഇതെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സംശയിക്കുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ പോലെ കേരളത്തിലെ UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ വലിയ ഗെയിം കളിക്കുന്ന, വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന ഒരാളുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഷാഫി പറമ്പിലുമൊക്കെ. അപ്പോൾ അത്തരം നേതാക്കൾ താൻ അറിയാതെ രഹസ്യമായി ചർച്ച നടത്തിയതിന് പിന്നിൽ UDFിലേക്ക് അല്ലെങ്കിൽ UDFിന് പിന്തുണ ഉറപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയാതെ വന്നപ്പോൾ അതിന് മറ്റ് ഒരു വഴിയിലൂടെയുള്ള ഒരു നീക്കം എന്ന രീതിയിൽ നാളെ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഈ നേതാക്കൾ എന്നുള്ളതാണ് VD സതീശൻ സംശയിക്കുന്നത്. അതിന് KC വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതും VD സതീശൻ സംശയിക്കുന്ന കാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഷ്ട്രീയം അറിയുന്ന ഒരു നേതാവ് അത്രയധികം വലിയൊരു പിന്തുണയില്ല എങ്കിൽ, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ PV അൻവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, PV അൻവർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, അതെല്ലാം നിലനിൽക്കുന്നു. നിലമ്പൂരിലേത് ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ചില ഉയർന്ന നേതാക്കളുടെ, കോൺഗ്രസിലെ തന്നെ ശക്തരായ നേതാക്കളുടെ ഒരു സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശമില്ലാതെ അത്തരമൊരു ചർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതിരില്ല എന്നുള്ളത് രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് UDFിലെ VD വിരുദ്ധരായിട്ടുള്ള മറ്റു നേതാക്കളും, ഇപ്പോൾ K മുരളീധരനാണെങ്കിലും ശരി, അതുപോലെയുള്ള നേതാക്കൾ ആണെങ്കിലും ശരി, ഒക്കെ ഒരു പരാമർശം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർച്ച നടത്തിയതിൽ വലിയ തെറ്റില്ല എന്നുള്ളതാണ്. അതിനെ ഒരു വലിയ തെറ്റായി കാണേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അൻവറിൻ്റെ സഹായം വേണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു. K മുരളീധരനും അൻവറിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ തള്ളി പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. അപ്പോൾ നമ്മൾ KPCC അധ്യക്ഷൻ്റെ നിലപാട് നോക്കുകയാണെങ്കിൽ അതും ഒരു അഴികുഴമ്പൻ നിലപാട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം രാഹുൽ പോയത് തെറ്റാണോ ശരിയാണോ എന്ന് താൻ പറയുന്നില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഇപ്പോൾ ഒരു വിശദീകരണം തേടണമെങ്കിൽ അതും ആലോചിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അപഹസിച്ച, നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപഹസിച്ച ഒരാൾക്കെതിരെ അയാളുമായി രഹസ്യ ചർച്ച നടത്തിയതിൽ പാർട്ടിയിലെ ഒരു ജൂനിയർ MLA ശക്തമായി ഒന്ന് വിമർശിക്കാൻ പോലും പ്രതിപക്ഷ നേതാവ്, പാർട്ടിയുടെ KPCC അധ്യക്ഷൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് സാധാരണഗതിയിൽ അങ്ങനെ നടക്കേണ്ടതല്ല. കാരണം പാർട്ടിയുടെ തീരുമാനമാണ് അൻവറുമായി ഇനിയൊരു സഹകരണം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ അൻവർ വേണ്ട എന്നുള്ളത് ഒരു ഉറച്ച തീരുമാനമാണ് എങ്കിൽ അതിൽ പ്രതിപക്ഷ ഈ വിഷയത്തിൽ K മുരളീധരനും KC വേണുഗോപാലിന്റെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിലേക്ക് വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടല്ല പോയത്, വ്യക്തിപരമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. അതല്ലാതെ ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോയതല്ല എന്ന് മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞത്, പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് എന്ത് പറയാൻ? അങ്ങനെ ഇല്ല. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ UDF വളരെ കംഫർട്ടബിളായിട്ട് ജയിക്കും. അല്ല, എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടം അത് എനിക്കറിയില്ല. ശിവദാസ് കൺവനം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ശിവദാസ്, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ MLA PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. KC വേണുഗോപാൽ അടക്കം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് നടത്തിയതെങ്കിൽ VD സതീശൻ വളരെ വലിയ രീതിയിൽ രാഹുലിനെ തള്ളുന്ന ഒരു സമീപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്, അല്ലേ? ദേവിക, തീർച്ചയായും കടുത്ത ഒരു ഭിന്നത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലും കാണാൻ കഴിയുന്നുണ്ട്. UDFിലും അത്തരത്തിലുള്ള ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ പ്രചാരണത്തെ അടക്കം ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കടുത്ത ഒരു ഭിന്നത ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അത്തരത്തിലുള്ള കടുത്ത ഒരു ഭിന്നത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തും അതോടൊപ്പം തന്നെ VS ജോയിയും അടങ്ങുന്ന രണ്ട് പക്ഷമാണ് നിലമ്പൂരിൽ നേരത്തെ മുതൽ തന്നെ പ്രവർത്തിച്ചിരുന്നത്. ഒരു പക്ഷത്ത് ആര്യാടൻ ഷൗക്കത്തും മറുപക്ഷത്ത് VS ജോയിയും അവരുടെ കുറേ നേതാക്കളും അണികളും അങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ നിലമ്പൂരിൽ അവരുടെ പാർട്ടി പ്രവർത്തനം നടന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പക്ഷേ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് VS ജോയി ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ VS ജോയിയുടെ പക്ഷം കാലുവാരുമോ
എന്ന ഭയമെല്ലാം തന്നെ ആര്യാടൻ ഷൗക്കത്തിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും നേതാക്കൾക്കും എല്ലാം തന്നെ ഉണ്ട്. കാരണം നമ്മൾക്കറിയാം കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിലും അത് കണ്ടിരുന്നു. കഴിഞ്ഞ തവണ 2700 വോട്ടുകൾക്കാണ് അന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് VV പ്രകാശ് പരാജയപ്പെട്ടത്. അന്നും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. VV പ്രകാശിന് കാലുവാരിയതാണ് എന്ന ആരോപണം, പാർട്ടിക്കുള്ളിലുള്ള കാലുവാരൽ അന്ന് നടന്നിരുന്നു എന്നൊരു ആരോപണം അന്ന് തന്നെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെ ഇപ്പോഴും അത്തരത്തിലുള്ള കാലുവാരൽ ഉണ്ടാകും എന്നൊരു ഭീതി കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ നേരിട്ട് ആ ഒരു പൊട്ടിത്തെറിക്ക് തുടക്കം ഉണ്ടായിരിക്കുന്നത്. VD സതീശനും കൂട്ടാളികളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് K സുധാകരൻ അടക്കമുള്ള KPCC പ്രസിഡന്റ് അടക്കമുള്ള ഒരു പക്ഷം മറുഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ് അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, K സുധാകരൻ 4 ദിവസം മുൻപ് തന്നെ വന്ന് കണ്ടിരുന്നു, രഹസ്യമായി തന്നെ വന്ന് കണ്ടിരുന്നു. ഇത് താൻ എവിടെയും പറഞ്ഞിട്ടില്ല, പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ PV അൻവറിനെ വന്നു കാണുന്നു. അതിനുശേഷം PV അൻവർ ഇതുമായി ബന്ധപ്പെട്ടും പറയുന്നുണ്ട്, ഒരു കഴിഞ്ഞ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രഹസ്യമായി കണ്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടെയുള്ള ഒരു വിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലും K സുധാകരനും അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയ്ക്കുന്ന അണികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പൊട്ടിത്തെറിയുമാണ് ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. പ്രചാരണത്തെ അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത്. ജൂൺ 19-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനങ്ങൾ വിധി എഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഈ സമയത്ത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി ജനങ്ങളെ കണ്ടു നേരിട്ട് വോട്ട് നേതാക്കൾക്കിടയിൽ ചെറിയ ഭിന്നത വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് KC വേണുഗോപാൽ പറയുന്നു. K മുരളീധരൻ ഈ ഒരു സന്ദർശനത്തിൽ തെറ്റില്ല എന്നും അറിയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ വീണ്ടും കോവിഡ് മരണം. 24 വയസ്സുള്ള യുവതിയുടെ മരണം കോവിഡ് മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഈ വർഷത്തെ കോവിഡ് മരണസംഖ്യ 7 സംസ്ഥാനത്ത് നിലവിൽ 1400 കോവിഡ് രോഗികളാണുള്ളത്. രാജ്യത്താകെ 3758 ആക്റ്റീവ് കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, രാജ്യത്ത് തന്നെ കോവിഡ് കേസുകളിൽ 1/3 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ട രീതിയിലുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ദേവിക, സംസ്ഥാനത്ത് 7 കോവിഡ് മരണങ്ങളായിരിക്കുന്നു. പക്ഷേ ഈ കോവിഡ് മരണങ്ങളെപ്പറ്റി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അറിയിപ്പ് സംസ്ഥാനത്തേക്ക് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കോ പൊതുവിടത്തിലോ നൽകിയിട്ടില്ല എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് സംസ്ഥാനത്ത് ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള വലിയൊരു ചോദ്യം ഉന്നയിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 1400 കോവിഡ് രോഗികളാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 64 പുതിയ കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. അതിനൊപ്പം തന്നെയാണ് ഒരു കോവിഡ് മരണം കൂടി സംസ്ഥാനത്ത് ഉണ്ടായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഒരു കോവിഡ് മരണം എന്ന് പറയുമ്പോൾ പുതിയതായി വെറും 64 കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു കോവിഡ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 7 കോവിഡ് മരണങ്ങളായിരിക്കുന്നു ഈ വർഷത്തിന് 2025 എന്നുള്ളതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ 7 കോവിഡ് മരണങ്ങൾ ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിക്കുന്ന ഒരു സംസ്ഥാനമായി കൂടി കേരളം മാറിയിരിക്കുന്നു. നിലവിൽ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള ഒരു സംസ്ഥാനവുമായി കേരളം മാറിയിരിക്കുന്നു. 3758 കോവിഡ് രോഗികൾ രാജ്യമാകെയുള്ളപ്പോൾ അതിൽ 1400 പേരും സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്നുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, സംസ്ഥാനത്തുള്ള കോവിഡ് രോഗബാധയ്ക്ക് തീവ്രത കുറവാണെന്നും അതിൻ്റെ ഒരു വ്യാപനശേഷി മാത്രമാണ് കൂടുതലുള്ളത് എന്നുള്ളതുമാണ് സംസ്ഥാന സർക്കാർ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രായമേറിയ അനുബന്ധ രോഗങ്ങളുള്ളവരായിരിക്കും കൂടുതൽ ഇതിൽ ശ്രദ്ധ പുലർത്തേണ്ടത് എന്നുള്ളൊരു കാര്യവുമാണ് നേരത്തെ സംസ്ഥാന ആരോഗ്യവകുപ്പ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒരു 24 മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എവിടെ, ഏത് ജില്ലയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദേവിക. ചക്രവാത ചുഴിയും കാലവർഷവും ഒന്നിച്ചു വന്നപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. മാർച്ച് 1 മുതൽ മെയ് 31 വരെയുള്ള പ്രീ മൺസൂൺ സീസണിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം 1071.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്.
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാർച്ച് 1 മുതൽ മെയ് 31 വരെയുള്ള വർഷപാത കണക്കിലാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തതായി കണക്കാക്കുന്നത്. 1071.2 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ഇക്കുറി ലഭിച്ചത്. സാധാരണ ഇക്കാലത്ത് ലഭിക്കുന്നത് 258.3 മില്ലിമീറ്റർ മാത്രമാണ്. 315% കൂടുതലാണ് ഇത്തവണത്തെ മഴ. സാധാരണയായി ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിക്കാറുള്ള കോട്ടയം, പത്തനംതിട്ട ജില്ലകളെ മറികടന്നാണ് കണ്ണൂർ കണക്കിൽ മുന്നിലെത്തിയത്. 92 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രീ മൺസൂൺ കാലത്ത് കണ്ണൂർ ജില്ലയിൽ പെയ്ത മഴയുടെ 64% ലഭിച്ചത് മെയ് 24 മുതലുള്ള 8 ദിവസമാണ്. 24 മുതൽ 31 വരെ ജില്ലയിൽ 683.9 മില്ലിമീറ്റർ മഴ ലഭിച്ചു. മാർച്ച് 1 മുതൽ മെയ് 23 വരെയുള്ള 84 ദിവസം ലഭിച്ചത് 387.3 മില്ലിമീറ്റർ മഴ മാത്രമായിരുന്നു. മാത്രമല്ല, കാലവർഷം ആരംഭിച്ച സമയം മുതൽ 2-3 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടുമായിരുന്നു. അതുതന്നെ കണ്ണൂർ ജില്ലയിൽ എത്രമാത്രം തീവ്രമായിരുന്നു ഇക്കുറി മഴ എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ജനം, കണ്ണൂർ. കടലാക്രമണം രൂക്ഷമായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ധനസഹായം ഒന്നിനും തികയുന്നില്ല. കടലിൽ പോകാൻ കഴിയാതായതോടെ പട്ടിണിയിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. കപ്പൽ മുങ്ങിയതോടെ കടലിൽ കാർബൈഡ് കലർന്നു എന്ന തെറ്റിദ്ധാരണയും മത്സ്യമേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നേരത്തെ എത്തിയ കാലവർഷത്തിൽ കടൽ പ്രക്ഷുബ്ധമായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. 2 ആഴ്ചയായി കടലിൽ പോകാൻ കഴിയുന്നില്ല. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയ മേഖലകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വെറും 1000 രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സഹായം. ഇതൊന്നിനും തികയില്ലെന്ന് ഇവർ പറയുന്നു. ഇപ്പൊ ഒരു 15 ദിവസത്തോളമായി മത്സ്യത്തൊഴിലാളികൾ തീരെ കടലിൽ പോയിട്ട്. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നുമില്ല. ഒരാൾ മുതൽ 65 ആളോളം മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾ, പോകുന്ന യാനങ്ങളാണ് നമ്മുടെ കടലിലുള്ളത്. അങ്ങനെയുള്ള യാനങ്ങളിൽ ഏതാനും ചില വഞ്ചികളോ വള്ളങ്ങളൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. എല്ലാവർക്കും പൂർണ്ണമായിട്ട് പോകാനുള്ള ഒരു മത്സ്യസമ്പത്തില്ല കടലിൽ. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ബാധ്യതയിൽ വലിയൊരു കടക്കണിലാണെന്ന് ഞാൻ പറയുന്നത്. കടലൊന്ന് ശാന്തമായി കഴിഞ്ഞ് കടലിൽ പോകാമെന്ന് കരുതിയാലും മത്സ്യമേഖലയ്ക്ക് മുന്നിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി കൂടിയുണ്ട്. മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള കാൽസ്യം കാർബൈഡ് കടലിൽ കലർന്നതോടെ മത്സ്യം ഭക്ഷ്യയോഗ്യമല്ല എന്ന ധാരണയും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മീൻ വിഭവങ്ങൾ ഒരുക്കിയുള്ള ഭക്ഷ്യമേള നടത്തി ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഈ തെറ്റായ ധാരണകളൊക്കെ മാറ്റിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യോഗം കൂടിയത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ സംബന്ധിച്ചത് പറയുന്നത്, ഞങ്ങൾ ഭക്ഷ്യമേള നടത്താൻ തീരുമാനിച്ചേക്കാണ് വരുന്ന ശനിയാഴ്ച 7-ാം തീയതി. കടലിൽ നിന്ന് കൊണ്ടുവരുന്ന ആ മത്സ്യം നേരിട്ട് ജനങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാക്കുന്ന രീതിയിൽ കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തേക്കണം. കടലിൽ മത്സ്യസമ്പത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ പല മത്സ്യത്തൊഴിലാളികളും കടക്കണിയിലുമാണ്. ഈ മാസം 9 മുതൽ ട്രോളിംഗ് നിരോധനം കൂടി വരുന്നതോടെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ദുരിതത്തിലാകും. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പരിഗണന ഉണ്ടായാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലമടക്കം കഴിച്ചുകൂട്ടാൻ കഴിയൂ. ജനം, കൊച്ചി. കന്യാകുമാരി തീരത്ത് നിന്ന് ഇന്നലെ രക്ഷപ്പെടുത്തിയ 4 മത്സ്യത്തൊഴിലാളികളെ പുലർച്ചെയോടെ വിഴിഞ്ഞത്ത് തിരികെ എത്തിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശമാണ് അപകടത്തിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. കാണാതായവരിൽ ബെൽസന് മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട വെള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെ നാട്ടിലെത്തിച്ചു. വിഴിഞ്ഞം സ്വദേശി ലാസറിന്റെ ഉടമസ്ഥതയിലുള്ള ഫാത്തിമ മാതാ വള്ളത്തിൽ പോയ ജോണി, ജോസഫ്, മുത്തപ്പൻ, മത്യാസ് എന്നിവരെയാണ് പുലർച്ചെയോടെ നാട്ടിലെത്തിച്ചത്. തമിഴ്നാട് കുളച്ചലിന് സമീപം തകർന്ന വള്ളത്തിന് മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവരെ കണ്ടെത്തിയതും രക്ഷിച്ചതും. സഹായമാതാ വള്ളത്തിൽ പോയ മറ്റ് 4 മത്സ്യത്തൊഴിലാളികളെ ഇന്നലെ വൈകിട്ട് രക്ഷപ്പെടുത്തി വിഴിഞ്ഞത്തെത്തിച്ചിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് മത്സ്യബന്ധനത്തിന് പോയ ഈ 2 വള്ളങ്ങളിലുമുള്ളവർ ശക്തമായ തിരയിലും കാറ്റിലും പെട്ട് കടലിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. 2 ദിവസത്തോളം തീരത്തെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് മത്സ്യത്തൊഴിലാളികളുടെ മടങ്ങിവരവ്. ജനം, തിരുവനന്തപുരം. ശക്തമായ മഴയിൽ ദുരിതത്തിലായി പാലക്കാട്ടെ നെൽകർഷകർ. മഴ കൂടിയതോടെ 1-ാം വിള ഞാറ്റടി ഒരുക്കിയത് നശിച്ചു എന്ന് കർഷകർ പറഞ്ഞു. 2-ാം വിള നെല്ല് സംഭരിച്ചതിന്റെ തുക ജില്ലയിലെ ബഹുഭൂരിപക്ഷം കർഷകർക്കും ഇതുവരെ സർക്കാർ നൽകിയിട്ടുമില്ല. അതിനിടയിലാണ് മഴ കൂടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. കാലവർഷം നേരത്തെ എത്തിയത് തിരിച്ചടിയായിരിക്കുകയാണ് പാലക്കാട്ടെ കർഷകർക്ക്. 1-ാം വിള കൃഷി വിതച്ചവർക്കും ഞാറ് പാകിയവർക്കുമെല്ലാം വിത്ത് മുളയ്ക്കാതെ
അഴുകിപ്പോയ അവസ്ഥയിലാണ്. നെല്ലിന് പകരം കൂർക്ക ഉൾപ്പെടെ കൃഷിക്കായി നിലം ഒരുക്കിയതും കനത്ത മഴയിൽ ഒലിച്ചുപോയി. നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ഈ മഴ വരുന്നത്. ഇപ്പോൾ കൃഷി സ്ഥലങ്ങൾ മറ്റുള്ളവർ കൃഷി വെള്ളം ഒഴിവാക്കുമ്പോൾ മറ്റു കൃഷിക്കാർക്ക് അതും ബുദ്ധിമുട്ടാവും. എല്ലാ കൃഷിക്കാർക്കും ഈ മഴ അധികമായതുകൊണ്ട് ശരിക്ക് വിത്ത് ഇറക്കിയിട്ട് മുള കയറ്റാനോ അല്ലെങ്കിൽ അതുപോലെ കണ്ടം അതിനനുസരിച്ച് പാകപ്പെടുത്താനോ പറ്റാത്തൊരവസ്ഥ. ഒന്നും കിട്ടില്ല. അത് വെള്ളം മുങ്ങിയാൽ അത് പോവും. 2 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞാൽ അത് പോയി. അതേപോലെ വിതച്ചതും അങ്ങനെ തന്നെയാണ്. വിതച്ചത് വെള്ളം മൂടിയാൽ അത് പോയി. പിന്നെ അത് കൃഷി എടുക്കാൻ സാധിക്കില്ല. രണ്ടാമത് എല്ലാം തുടങ്ങണം. ഇനിയിപ്പോൾ രണ്ടാമത് തുടങ്ങാൻ ഇപ്പോൾ ഈ വെള്ളത്തിലാണ് ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. വിത്തും പോയി. ഇനി വിത്ത് ആദ്യം മേടിക്കണം. വിത്ത് ഇല്ല, ഇറക്കിയ വിത്തൊക്കെ പോയില്ലേ. ഇനി വിത്ത് വേറെ വെളിയിൽ മേടിക്കുകയാണെങ്കിൽ 40 ഉറുപ്പ്യ കൊടുക്കണം. സർക്കാർ രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ തുക ഇതുവരെ കർഷകർക്ക് നൽകിയിട്ടില്ല. 40,000-ലേറെ കർഷകർക്കാണ് ഇനിയും നെല്ലിന്റെ പണം ലഭിക്കാനായിട്ടുള്ളത്. അതിനിടയ്ക്കാണ് പ്രകൃതി കൂടി ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ഇത് ഒരു പ്രതിസന്ധി, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിന് സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ്. കർഷകർക്ക് വിത്തായിട്ടോ വളമായിട്ടോ മുൻകൂട്ടി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നെല്ലുൽപാദനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 20-30 വർഷത്തിന്റെ നേർ 4-1 മാറിയിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ തീർത്തും സഹായം കൊണ്ടല്ലാതെ ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാനുള്ള വകുപ്പ് കേരളത്തിനില്ല. മഴ കൂടിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. കടം വാങ്ങി ചെയ്താലും ആ ചെയ്തത് രൂപമില്ലാത്ത മട്ടിൽ പാളിഞ്ഞു പോയി. ഇനി രണ്ടാം പ്രാവശ്യം അതേപോലെ ഇനി 1, 2, 3 ആദ്യം തുടങ്ങണം. ഇനി വിത്ത് വാങ്ങണം, പൂട്ടണം. മണ്ണ് കൃഷി യോജിച്ചിട്ടില്ല. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, വെടിക്കാത്ത ബുദ്ധിമുട്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ. ഇനി എപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കൃഷിക്കാരിയിരിക്കുന്നത്. ഉഴവുകൂലി ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാർ നെല്ലിന് ക്വിന്റലിന് 69 രൂപ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും അതും സംസ്ഥാനം തങ്ങൾക്ക് നൽകുമെന്ന പ്രതീക്ഷ തീരെയില്ലെന്ന് കർഷകർ പറയുന്നു. ജനം, പാലക്കാട്. പാലക്കാട് ഷൊർണൂരിൽ കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാൻ KSEBയുടെ നോട്ടീസ്. കുടിശ്ശികയായ 13 കോടി രൂപ കൃഷി വകുപ്പ് അടയ്ക്കാത്തതിലാണ് KSEB നോട്ടീസ് നൽകിയത്. പാലക്കാട് ഷൊർണൂരിൽ കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാൻ KSEBയുടെ നോട്ടീസ്. കുടിശ്ശികയായ 13 കോടി രൂപ കൃഷി വകുപ്പ് അടയ്ക്കാത്തതിലാണ് KSEB നോട്ടീസ് നൽകിയത്. 2023 മുതൽ 25 വരെയുള്ള കുടിശ്ശിക അടയ്ക്കണമെന്നാണ് ആവശ്യം. കൃഷി വകുപ്പിനെ വിശ്വസിച്ച കർഷകരാണ് പ്രതിസന്ധിയിലായത്. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, പാലക്കാട് ഷൊർണൂരിലെ കർഷകരാണ് കൃഷി വകുപ്പിനെ വിശ്വസിച്ചതോടുകൂടെ വലിയ ബുദ്ധിമുട്ടിലായി മാറിയിരിക്കുന്നത്. ഈ ഷൊർണൂരിൽ കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്കാണ് കുടിശ്ശിക അടയ്ക്കാൻ വേണ്ടി ഇപ്പോൾ KSEB നോട്ടീസ് നൽകിയിരിക്കുന്നത്. കുടിശ്ശികയായ 13 കോടി രൂപ കൃഷി വകുപ്പ് അടയ്ക്കാതായതോടുകൂടെയാണ് KSEB ഈ കർഷകർക്ക് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2023 മുതൽ 2025 വരെയുള്ള കുടിശ്ശിക അടയ്ക്കണം എന്നാണ് ആവശ്യം. ഏതായാലും നമുക്കറിയാം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മഴ ശക്തമായിട്ട് പെയ്യുന്നതോടുകൂടെ തന്നെ അവർക്ക് കൃഷി നശിക്കുന്ന ഒരു സ്ഥിതി ഒരു വശത്തുണ്ട്. മറുവശത്താണെങ്കിൽ രണ്ടാം വിള നെല്ല് സംഭരിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇതുവരെ അതിന്റെ തുക നൽകാതെ വലിയ ബുദ്ധിമുട്ടിലാണ് ജില്ലയിലെ വലിയ ബഹുഭൂരിപക്ഷം കർഷകർ. ഏകദേശം 40,000-ഓളം കർഷകർക്ക് രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ തുക സർക്കാർ ഇനിയും നൽകിയിട്ടില്ല. അതുകൂടാതെ തന്നെ ഉഴവുകൂലിയും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും കർഷകർക്കുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സൗജന്യമായിട്ട് വൈദ്യുതി എന്ന പേരിൽ അതിന്റെ കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് ഇത്തരത്തിൽ KSEB നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൃഷി വകുപ്പാണ് ഈ 13 കോടിയോളം രൂപ കർഷകരുടെ തുക അടയ്ക്കേണ്ടത് എന്നിരിക്കെ കൃഷി വകുപ്പ് അത് കൃത്യമായിട്ട് അടയ്ക്കാതെ വന്നതോടുകൂടെയാണ് ഈ 413 കർഷകർക്കും ഈ കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. കർഷകർ ഇപ്പോൾ അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഭാരതം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന പാകിസ്ഥാൻ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതിൽ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. ഭീകരരെ പാലൂട്ടി വളർത്തി അവർക്ക് ഫണ്ട് ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകരവാദത്തിലൂടെ പാകിസ്ഥാൻ തന്നെയാണ് കരാർ ലംഘിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. തജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന UN സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സംസ്ഥാനത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് വർദ്ധിക്കുന്നത് ആശങ്കയാകുന്നു. 5 വർഷത്തിനിടെ 1034 കേസുകളാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷം മാർച്ച് വരെ മാത്രം 50 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2020 195, 2021 257, 2022 279, 2023 191, 2024 112 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 5 കൊല്ലം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം. കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകൽ കോഴിക്കോട് ഒരു 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. സംഭവത്തിൽ കർണാടക സ്വദേശികളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബുധനാഴ്ച കൊച്ചി നെട്ടൂരിൽ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിയിരുന്ന പെൺകുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും തട്ടിക്കൊണ്ടുപോകൽ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. അതേസമയം കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടാവുന്നത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഈ വർഷം മാർച്ച് വരെ 1710 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2024 5140 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഏപ്രിൽ വരെ മാത്രം 1551 പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2024 4594 പോക്സോ കേസുകളും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ പിടിയിലാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണവും കൂടുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ചാലപ്പുറത്ത് നിന്നും 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് പിടിയിലായത് 2 ബീഹാറി സ്വദേശികളാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പിടിയിലായത് കർണാടക സ്വദേശികളായിരുന്നു. ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കേസുകളിൽപ്പെട്ട് നാടുവിട്ട് കേരളത്തിലെത്തുന്നവർ നിരവധിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ജനം, കോഴിക്കോട്. അടുത്ത ബുള്ളറ്റിന്റെ അല്പസമയത്തിനുള്ളിൽ. നമസ്തേ.